നമസ്കാരം, ഞാൻ ബൈജോൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വിൻഫാസ്റ്റ് എന്ന വിയറ്റ്നാമിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാവിൻ്റെ ഇന്ത്യയിലെ മൂന്നാമത്തെ മോഡലാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഇതിൻ്റെ പേര് VF MPV7 എന്നാണ്. VF7, VF6 ഇത് രണ്ടുമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന മോഡലുകളെങ്കിൽ ഏറ്റവും പുതിയൊരു 7 സീറ്റർ മോഡലാണ് ഇപ്പോൾ വിൻഫാസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ VF7 എന്ന ഏറ്റവും വില കൂടിയ മോഡലിൻ്റെ ഒരു 7 സീറ്റർ വാഹനമാണ് ഇതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വേരിയൻ്റ് ആണ് എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിലെ EVകൾ, ഇതൊരു EV ആണല്ലോ, അപ്പോൾ EVകളുടെ കാര്യത്തിൽ 7 സീറ്റർ ഉള്ള ഇപ്പോൾ ഒന്ന് പ്രധാനമായിട്ടും മഹീന്ദ്രയുടെ 9S-നുണ്ട്, കിയ ക്ലാവിസിനുണ്ട്, മറ്റൊന്ന് BYDയുടെ Max 7 Max 7 എന്ന് പറയുന്ന മോഡലുണ്ട്. അങ്ങനെ 3 മോഡലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു 7 സീറ്റർ EVകളുടെ മേഖലയിലുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ 3 വാഹനങ്ങളെക്കാളും ഏറ്റവും വലിപ്പം കൂടിയ വാഹനം ഇതാണ് എന്നുള്ള കാര്യമാണ്. 2840 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കിയ ക്ലാവിസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 60 മില്ലിമീറ്ററോളം വീൽ ബേസിന് കൂടുതലുണ്ട്. അതുപോലെ തന്നെ Max 7 BYD Max 7-നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 30 മില്ലിമീറ്ററോളം വീൽ ബേസ് കൂടുതലുണ്ട്. ഇനി വില നോക്കുകയാണെങ്കിൽ ഈ 3 വാഹനങ്ങളെക്കാളും ഏറ്റവും വില കുറഞ്ഞ മോഡൽ ഇതാണ്. അതായത് കിയ ക്ലാവിസിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 50,000 രൂപ വില കുറവുണ്ട് ഇദ്ദേഹത്തിന്. അതുപോലെ തന്നെ BYDയുടെ Max 7 എന്ന് പറയുന്ന മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2,40,000 രൂപയും കുറവുണ്ട് ഇദ്ദേഹത്തിന്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. എന്നാൽ ഫീച്ചേഴ്സിനൊന്നും കുറവൊന്നുമില്ല കേട്ടോ. എല്ലാം നല്ല ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് BYDക്ക് വില കൂടുന്നതെന്ന് ചോദിച്ചാൽ, BYD CBU-ആയിട്ട് ഇറക്കുമതി ചെയ്ത് വരുന്നൊരു മോഡലാണ് ഇത്. പക്ഷേ ഇപ്പോൾ തൂത്തുക്കുടിയിലൊരു വമ്പൻ പ്ലാന്റ് ഇവർ സ്ഥാപിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിലാണ് ഇത് പ്രധാനമായിട്ട് അസംബിൾ ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നത്. ഏതായാലും 517 കിലോമീറ്റർ റേഞ്ചുള്ള വാഹനമാണിത്. 60.13 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ബാറ്ററി പാക്കിൻ്റെ കാര്യം നോക്കിയാൽ പോലും ഇദ്ദേഹം വളരെ മുന്നിലാണെന്നാണ് പറയുന്നത്. എന്നിട്ടും ഈ ഒരു വിലയ്ക്ക്, അതായത് 24,49,000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് മോശം കാര്യമല്ല. ആകെ ഒറ്റ വേരിയൻ്റ് ഉള്ളതുകൊണ്ട് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി എടുത്ത് കൈ തരും, 24,49,000 രൂപ വാങ്ങിക്കുകയും ചെയ്യും. വേറെ യാതൊരു കൺഫ്യൂഷനും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള VF MPV7 നമുക്കിനി ഒന്ന് അടുത്ത് കാണാം. വളരെ കൃത്യമായ പ്രൊപ്പോർഷൻസ് ഉള്ളൊരു വാഹനമാണ്. എനിക്ക് ഏറ്റവും ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാണ്. ഫ്രണ്ടായാലും ബാക്കായാലും സൈഡായാലും എല്ലാം വെൽ പ്രൊപ്പോർഷൻഡ് എന്നാണ് വിളിക്കേണ്ടത്. അതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. തന്നെയല്ല 183 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഏറ്റവും വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രാഥമികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, VF7 എന്ന് പറയുന്ന മോഡലിൽ നിന്നാണ് ജനിച്ചെങ്കിലും പിൻഭാഗത്തേക്ക് എത്തുമ്പോൾ യാതൊരു സാമ്യവുമില്ല VF7-നുമായിട്ട്. ഇത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു MPV സ്റ്റൈലിലേക്ക് അത് ഡിസൈൻ ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഒറ്റ വേരിയൻ്റ് ഉള്ള ഈ വാഹനത്തിനെങ്കിലും ഇതിന് വിയറ്റ്നാമിൽ മറ്റൊരു വേരിയൻ്റ് കൂടി ഉണ്ട്. അതിൻ്റെ പേര് ലിമോ ഗ്രീൻ എന്നാണ്. അത് അവിടെ ടാക്സികൾക്കായിട്ട് മാത്രം കൊടുക്കുന്ന ഒരു വേരിയൻ്റാണ്. അത് ഇന്ത്യയിൽ വന്നിട്ടില്ല. ഒരല്പം വിലക്കുറവുണ്ട്. എന്തൊക്കെയോ ചില ഫീച്ചേഴ്സ് കുറവുണ്ടെന്നേ ഉള്ളൂ. അതും പക്ഷേ ഇതിനോടൊപ്പം നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറ്റു മാറ്റങ്ങളൊന്നും ഡിസൈനിൽ കാര്യമായിട്ടില്ല. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ആകെ ഈ ഒരു ഒറ്റ വേരിയൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ വിൻഫാസ്റ്റും അതുപോലെ സ്കോഡയും ഒക്കെ ഡിസൈൻ ചെയ്യുന്നവർക്ക് ജോലി വളരെ എളുപ്പമാണ്. കാരണം മുൻഭാഗവും പിൻഭാഗവും എങ്ങനെയായിരിക്കണം എന്നുള്ള കൃത്യമായിട്ട് കമ്പനി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുൻഭാഗത്ത് ഇങ്ങനെ വരണം, ഈ ഒരു ലോഗോയുടെ താഴേക്ക് വന്നിട്ട് ഇങ്ങനെ ഗ്രില്ല് നിൽക്കണം. സ്കോഡയാണെങ്കിൽ സ്കോഡയുടെ വളരെ കൃത്യമായ ഗ്രില്ലുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഡിസൈൻ ചെയ്താൽ മതി. പിൻഭാഗത്തേക്ക് പോകുമ്പോഴേ ഇതുപോലെ തന്നെയാണ്. ഈ വിൻഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഇതേ ഡിസൈൻ രീതി തന്നെ പിൻഭാഗത്തും അവർ ഫോളോ ചെയ്യണം നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിസൈനേഴ്സിന് മുന്നും പിന്നും ഡിസൈൻ ചെയ്യേണ്ട കാര്യമില്ല, സൈഡൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്താൽ മതി. അപ്പോൾ VF7-ൻ്റെയും VF6-ൻ്റെയും ഒക്കെ മുൻഭാഗം എന്താണോ അത് തന്നെയാണ് ഇതിൽ കാണാൻ പോകുന്നത്. ഇനിയിപ്പം കോമറ്റുമായിട്ടൊക്കെ ഒരു കോമ്പറ്റ് ചെയ്യാൻ പോകുന്ന VF3 എന്ന് പറയുന്നൊരു മോഡൽ കൂടി വരാൻ പോകുന്നുണ്ട് വിൻഫാസ്റ്റിൽ നിന്ന്. അതിൻ്റെയും മുൻഭാഗവും പിൻഭാഗവും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഏതായാലും വിൻഫാസ്റ്റിൻ്റെ ലോഗോയ്ക്ക് ചേരുന്ന രീതിയിൽ ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു. അതായത് വളരെ നീണ്ട ഒരു LED ഡേറ്റ റണ്ണിംഗ് ലാമ്പാണ് നമ്മളിവിടെ കാണുന്നത്. അത് വളരെ മനോഹരമാണ് ഓടി വരുമ്പോൾ. തന്നെയല്ല, അത് ഒറ്റ നോട്ടത്തിൽ വിൻഫാസ്റ്റാണ് വാഹനം എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുമുണ്ട്. മുൻഭാഗത്ത് വേറെ ഗഡിപിടികളൊന്നുമില്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ള മുൻഭാഗം. പക്ഷേ വളരെ വലിയൊരു എയർ ഡാം താഴെ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലാമ്പിൻ്റെയൊക്കെ ഭാഗം നല്ല ഭംഗിയാണ്. ഒരു സിംഗിൾ പോഡാണ് കാണുന്നതെങ്കിൽ പോലും വളരെ ബ്രൈറ്റായിട്ടുള്ള പ്രകാശം നൽകുന്ന LED ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു ഷീറ്റ് മെറ്റൽ ഇവരെങ്ങനെയൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് ഒരു ലിപ്പ് പോലെ ഭാഗമുണ്ട്. അതിനൊക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതൊക്കെ ഒരു ക്ലാഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ സെൻസേഴ്സും മറ്റും ധാരാളം കൊടുത്തിട്ടുണ്ട്. അഡാസിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു വാഹനമായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ വിശാലമായ ബോണറ്റാണ്. പക്ഷേ രണ്ട് സൈഡിലും ഇത്തരത്തിലുള്ള ചെറിയ ബൾജുകളൊക്കെ കൊടുത്ത് അത് ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ സൈഡ് പ്രൊഫൈലാണ് നമുക്ക് മനസ്സിലാകുക ഇവിടെയുള്ള ഈ കട്ടുകളൊക്കെ എത്രത്തോളം ഭംഗിയാണെന്നുള്ള കാര്യം. അങ്ങനെ മുൻഭാഗം നല്ല ഭംഗിയുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഒട്ടും എന്ന് പറയേണ്ടത് തിരച്ച് നിൽക്കുന്ന ഒരു ഭാഗങ്ങളുമില്ല. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് 19 ഇഞ്ച് ടയേഴ്സ് ആണെന്നുള്ള കാര്യമാണ്. ഇതിനേക്കാളൊക്കെ 2,41,000 രൂപ വില കൂടിയ BYD E-Maxൽ പോലും 17 ഇഞ്ച് ടയേഴ്സ് ഉള്ളെങ്കിൽ ഇതിൽ 19 ഇഞ്ച് ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റൈഡ് ക്വാളിറ്റി തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഓടിച്ച് വന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു. നല്ല രസമുള്ള ഓടിക്കാൻ നല്ല രസമുള്ള രീതികളാണ് ഈ വാഹനത്തിന്. അത് ഈ ഒരു ടയർ അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ ഭംഗിയുള്ള എയറോ വീലാണ് കൊടുത്തിരിക്കുന്നത്, അലോയ് വീല്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്, ഫുൾ ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് കാലിപ്പറിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാനുള്ളൂ. ഇവിടെ വിൻഫാസ്റ്റിൻ്റെ ലോഗോയും നടുവിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് പ്രൊഫൈൽ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹൈക്രോസ് നോക്കിയിട്ട് ചെറിയ സാമ്യം പറയാം. ഈ ഹൈക്രോസിൻ്റെ സാമ്യം വരുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു തേർഡ് ക്വാർട്ടറിലാണെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയൊരു സാമ്യമുണ്ട് ഇതിൻ്റെ ഒരു ബോഡി ലൈനുകൾക്കും മറ്റും. അതിൻ്റെ വില എന്താണെന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ വില എന്താണെന്നും ആലോചിച്ച് നോക്കാം. അപ്പോൾ മനസ്സിലാവുക വ്യത്യാസം. അപ്പോൾ സൈഡ് പ്രൊഫൈൽ വരുമ്പോഴത്തേക്കും സൈഡ് വ്യൂ മിറേഴ്സിനും ഈ ബോഡി കളർ തന്നെ കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് ബ്ലാക്ക് കളറുണ്ട്, അതിലും ക്യാമറയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നു. ബോഡി കളേർഡ് തന്നെയാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല ഭംഗിയുള്ള ബോഡി ലൈനുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ അകത്തേക്ക് ഒരല്പം കയറി നിൽക്കുന്നുണ്ട്, അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. താഴെയായിട്ടും വലിയ ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ വിശാലമായ ഗ്ലാസ് ഏരിയ എന്ന് തന്നെ പറയാം. അത് ഫ്രണ്ടിലും ബാക്കിലുമുണ്ട്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ തേർഡ് റോ സീറ്റ് ഇരിക്കുന്നവർക്ക് അത്ര വലിയൊരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുമില്ല. എന്തായാലും വീൽ ബേസ് കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ സ്പേസ് ഉണ്ടാകാനുള്ള സാധ്യത മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ റൂഫ് റെയിലൊന്നും കൊടുത്തിട്ടില്ല. സാധാരണ ഇത്രയും വലിയ വാഹനത്തിന് കൊടുക്കാറുണ്ട്, അത് കൊടുത്തിട്ടില്ല. പക്ഷേ ഷാർഫിൻ ആൻറ്റിന അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീഫോഗറുണ്ട്, അതുപോലെ തന്നെ വൈപ്പറുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. 3 നിര സീറ്റും തുറന്നു വെച്ചാൽ എത്രയുണ്ട് ബൂട്ട് സ്പേസ് എന്ന് നോക്കാം. വളരെ കുറവാണ്, 128 ലിറ്ററേ ഉള്ളൂ. അത്രയും കുറവായിരിക്കും, കാരണം 3 നിര സീറ്റും തുറന്നിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് മടക്കി നോക്കാം. മടക്കി കഴിയുമ്പോഴേക്കും ഇഷ്ടം പോലെ ബൂട്ട് സ്പേസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം 3-ാം നിരയിൽ ആളിരിക്കുന്നില്ലെങ്കിൽ യാതൊരു ആശങ്കയും വേണ്ട, ഇഷ്ടംപോലെ സ്പേസ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം സംശയമില്ല. പിന്നെ ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് നോക്കാം. ഒന്നുമില്ല. ഇവിടെ ടയർ പഞ്ചർ കിറ്റ് മാത്രമേ ഉള്ളൂ, അതായത് സ്പെയർ ടയർ കൊടുക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ തുറക്കുമ്പോഴാണ് നിർമ്മാണ നിലവാരം ഒട്ടും മോശമല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. നല്ല നിർമ്മാണ നിലവാരമുണ്ട്. തന്നെയല്ല, കാഴ്ചയിൽ ഇൻറ്റീരിയറിൻ്റെ ഭംഗിയും മോശമല്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. വലിച്ച് തന്നെ അടയ്ക്കണം. അപ്പോൾ വിൻഫാസ്റ്റ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു. BF MPV 7 എന്നുള്ള ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഇവിടെയുമുണ്ട് നീണ്ട LED ലൈറ്റ്, അത് ഫുൾ ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട്. താഴെയായിട്ട് ഫുൾ ബ്ലാക്ക് ക്ലാഡിങ് പോലെയാണ് ബമ്പറിൻ്റെ ഭാഗം നിൽക്കുന്നത്. അവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എങ്കിൽ പോലും പിൻഭാഗം ഞാൻ പറഞ്ഞില്ല, VF 7 എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പിൻഭാഗവും യാതൊരു ബന്ധമില്ലാതെ നല്ല ഭംഗിയുള്ള രീതിയിലാണ് പിൻഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തെ എയർ സ്കൂപ്പുള്ള ഭാഗങ്ങളും ഒക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്ത് അതും ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു MPV എന്ന് പറയുമ്പോൾ എപ്പോഴും സാധാരണഗതിയിൽ ഈ ഒരു ഡിസൈൻ പിഴയ്ക്കുന്നത് പിൻഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാനില്ല. പിൻഭാഗമാണ് എനിക്ക് മുൻഭാഗത്തെക്കാളും ഇഷ്ടപ്പെട്ടത്. പലപ്പോഴും അങ്ങനെയാണല്ലോ, പിൻഭാഗം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചില സംഭവങ്ങളൊക്കെ വരാറുണ്ടല്ലോ. ഇതിവിടെ പറഞ്ഞിട്ട് കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ ചാർജിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. AC DC 2 ചാർജിങ് കൊടുത്തിരിക്കുന്നു. 80 kW വരെയുള്ള ചാർജിങ് ഓപ്ഷൻ ഇതിന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 70% ചാർജ് ആകാൻ വെറും 30 മിനിറ്റ് മതി ഫാസ്റ്റ് ചാർജിങ്ങിൽ. അത്രയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഇൻറ്റീരിയർ കാണാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇൻറ്റീരിയറാണ് ഈ ഒരു BYD ആയാലും അതുപോലെ വിൻഫാസ്റ്റിൻ്റെ ആയാലും. കാരണം ഒത്തിരി കാര്യങ്ങളൊന്നും ഉണ്ടായാലും വളരെ മിനിമലിസ്റ്റിക് കാര്യങ്ങളായിരിക്കും. പക്ഷേ ലെതറിൻ്റെയും മറ്റും കളറും അതൊക്കെ വളരെ ഭംഗിയുള്ളതായിരിക്കും. ഇതിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഈ MPV 7 എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഷൂട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ശ്യാമിനോട് പറഞ്ഞു, ശ്യാമ ഇന്ന് 9 മണിക്ക് നമുക്ക് ഇഡ്ഡലി കഴിക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അധികം ഒന്നും ഷൂട്ട് ചെയ്യാനില്ല ഇൻറ്റീരിയറിലൊന്നും. സാധാരണഗതിയിൽ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയാവുന്ന വാഹനങ്ങളാണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതൊന്നുമില്ല. ആ പടയിൽ കാണുന്ന എഴുന്നേറ്റ് നിൽക്കുന്ന ഇപ്പോൾ 10.1 ഇഞ്ചിൻ്റെ സ്ക്രീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യും. 9 മണിക്ക് ഞങ്ങൾ ഇന്ന് ഇഡ്ഡലി കഴിക്കുകയും ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ എന്നാണ് പറയേണ്ടത്. 2 ഓപ്ഷൻസ് പക്ഷേ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു കോഫി ബ്രൗണും അതുപോലെ ബ്ലാക്കുമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ കളേഴ്സ് ഫുൾ ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനും കമ്പനി തരുന്നുണ്ട്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റു ഓപ്ഷനൊന്നുമില്ല. എന്തായാലും എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്ക്രീനിൽ അർപ്പിച്ച് ജീവിക്കാനേ പറ്റും. വേറെ ഒരു തരത്തിലുള്ള ഫിസിക്കൽ ബട്ടണും ഇല്ല എന്നുള്ള രസകരമായ കാര്യവും അതോടൊപ്പം തന്നെ ഒന്ന് യൂസ്ഡ് ആകാൻ ഇതിൽ താമസം എടുക്കുന്ന കാര്യവുമാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണെന്ന് നോക്കിയേക്കാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അത്തരം കാര്യങ്ങൾ. പിന്നെ നല്ലൊരു സാമാന്യം ഭേദപ്പെട്ടൊരു മ്യൂസിക് സിസ്റ്റം, പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിങ്, അതുപോലെ തന്നെ എന്താണ് ഡ്രൈവ് മോഡുകൾ, ഈവൻ ഇതിൻ്റെ
സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ സെറ്റിങ്സ് പോലും നിങ്ങൾക്ക് ഇതിലാണ് ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും ഇത് മാത്രം ചെയ്യണം. സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് 10.1 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് 9 ഇഞ്ചിൻ്റെ ഇതിൽ അതും ഇല്ല, ഒന്നുമില്ലെന്ന് മാത്രമല്ല ഹെഡ് അപ്പ് ഡിസ്പ്ലേയും കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ സ്പീഡ് പോലും നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഇത് നോക്കണം എന്നുള്ളത് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു ഇത്തിരി ഒന്ന് ഡിസ്ട്രാക്റ്റിംഗ് ആയിരിക്കാം. എങ്കിൽ പോലും വലിയ സംഭവമൊന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് നോക്കണമെന്നുള്ളൂ. അത് നമ്മൾ സ്ഥിരം ശീലിച്ച് വന്ന ഒരു കൺവെൻഷണൽ രീതിയിൽ നിന്നൊരു വ്യത്യാസമാണ് അതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ ഇന്നലെ രാത്രിയിലായിരുന്നു ഇതിൻ്റെ ലോഞ്ച്, അത് കഴിഞ്ഞ് എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ ചാർജ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് 28% ആണ് നമ്മളിത് കാണിക്കുന്നത്. 126 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഷൂട്ടിൻ്റെ സമയത്ത് എപ്പോഴും നമ്മൾ നിർത്തുന്നു എടുക്കുന്നു, അതുകൊണ്ട് ഇത് കൃത്യമായ ഒരു റിയലിസ്റ്റിക് ഇതായിട്ട് കാണാൻ പറ്റില്ല. എങ്കിൽ പോലും ഏകദേശം മോശമല്ലാത്ത അവർ പറയുന്ന അനുസരിച്ചുള്ള റേഞ്ചിന് അടുത്ത് നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ഉള്ളത് റിവേഴ്സ് ക്യാമറയാണ്. ഇതിൽ 360 ഡിഗ്രി ക്യാമറ ഇതിലില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യം. മറ്റൊരു കാര്യമുള്ളത് ഇല്ലാത്ത കാര്യം പറയാം. മറ്റൊന്ന് ഇല്ലാത്തതെന്ന് പറയുന്നത് നമ്മൾ സൺറൂഫ്. സാധാരണ നമ്മൾ ചൈന അല്ലെങ്കിൽ വിയറ്റ്നാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന വമ്പൻ സൺറൂഫ് ആണെങ്കിൽ അതില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യം. 3 അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഇല്ല. അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഇല്ലെന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് പറയാം. കാരണം ഇപ്പോൾ എല്ലാം പ്രത്യേകിച്ച് ഈ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം അഡാസിൻ്റെ ഫീച്ചേഴ്സ് വരാറുണ്ടെങ്കിൽ ഇതിൽ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ 2-3 അത്തരത്തിലുള്ള മിസ് ഔട്ടുകൾ നമുക്ക് ഉണ്ട് എന്നാണ് പറയേണ്ടത്. എന്തായാലും ഇതിൻ്റെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നല്ലതാണ്. റിവേഴ്സ് ക്യാമറയായിട്ട് മാത്രം കണക്കാക്കിയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിലാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്നുള്ളതാണ് രസകരമായ കാര്യം. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് അതാ ലോക്ക്, അൺലോക്ക്, പിന്നെ ഏത് കാര്യത്തിലേക്ക് പോയാലും ഇതിലാണ്. അത് രസമാണ്, ഉപയോഗിക്കാൻ രസമാണ്. പക്ഷേ കുറച്ചൊന്നും നിങ്ങളൊന്ന് യൂസ്ഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ചാർജിങ് ടാർജറ്റ് കൊടുത്തിരിക്കുന്നു 50%-ൽ അതിലൊക്കെ താഴെയായി. നമ്മളിപ്പോൾ ഇങ്ങനെ ഏറ്റവും താഴെയായിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു ബാറ്ററിയുടെ ചാർജ് അവിടെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ അങ്ങനെ ഭീകരമായ കണക്ടിവിറ്റി ഫീച്ചേഴ്സൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർക്ക് BYD-യേക്കാളും ഒക്കെ വില കുറച്ച് വിൽക്കാൻ സാധിക്കും എന്നുള്ള മറ്റൊരു കാര്യം. അപ്പം അഡാസിൻ്റെ ഫീച്ചേഴ്സും അത്തരം കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയിട്ടാണ് ഇത്തരം ഈ ഒരു വില കുറവിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും കിയ കാരൻസിൻ്റെ ഒക്കെ ഇൻറ്റീരിയർ കാണുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ കൊറിയൻ വാഹനങ്ങളിലൊക്കെ ഇൻറ്റീരിയർ നമ്മൾ വാവ് ഫാക്ടർ ഉണ്ട്, ഇതിൽ അതൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇത്രയും പ്ലെയിൻ ആയിട്ടുള്ള ഇൻറ്റീരിയർ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഗിമ്മിക്സും ഇല്ല, വളരെ ഭംഗിയായിട്ടുണ്ട്. ഭംഗി വെച്ചാൽ വളരെ എലഗൻ്റ് ആയിട്ടുള്ളതായിട്ട് സംശയമില്ല. ഇവിടെ എന്താണ് കളർ എന്ന് ചോദിച്ചാൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയൊരു ബ്രൗണിഷ് ബ്ലാക്കാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവർ ഈ ബ്ലാക്ക് നിറം നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കാപ്പിപ്പൊടി മറ്റോ മറിഞ്ഞു വീണ പോലെയുള്ള ഒരു ഫീലാണ് അതിൽ കിട്ടുന്നത്. അത് വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ അത് ഭംഗിയായിട്ടുണ്ട്. ഇവിടെ കൺസീൽഡ് ആയിട്ട് ഒന്ന് പറയുന്ന പോലെ കൊടുത്തിരിക്കുന്ന AC വെൻ്റാണത്. അതൊന്നും ഒട്ടും തന്നെ ഡാഷ്ബോർഡ് മുഴിച്ച് നിൽക്കുന്നില്ല, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ഗ്ലോ ബോക്സ് എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. പക്ഷേ എന്തോ അത് ചെറുതായിട്ടൊന്ന് സ്റ്റക്കായിട്ടുണ്ട്. ഇതിൻ്റെ PD ഒന്നും വളരെ കൃത്യമായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ഇവർ ഇന്നലെ രാത്രിയിലാണ് ഇതിൻ്റെ ലോഞ്ച് ചെയ്തത്. അപ്പം വളരെ വിശാലമായ ഗ്ലോ ബോക്സ് ആണെന്ന് കണ്ടാൽ അറിയാം. മറ്റൊന്നും പറയാനില്ല, കണ്ടില്ല, ബാക്കിയൊക്കെ ശുദ്ധ ശൂന്യതയാണ്. വളരെ വലിയ കൺസോളാണ് കൊടുത്തിരിക്കുന്നത്, സെൻട്രൽ കൺസോളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ തനത് രീതിയിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം തന്നിട്ടുണ്ട്. തന്നെയല്ല ഇവിടെ 2-3 ചാർജിങ് പോയിന്റുകളും കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് ഒരു ഡ്രൈവർക്ക് അത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും പാസഞ്ചേഴ്സിന് വലിയ ബുദ്ധിമുട്ടില്ല, കണക്ട് ചെയ്യാം. അപ്പോൾ അവിടെ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മളിവിടെ വിചാരിക്കും ഇത് വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു പാഡാണല്ലോ എന്ന്. അല്ല, വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിട്ടില്ല. വയേർഡായിട്ട് മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റൂ. അത് മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്ന സ്ഥലം മാത്രമായി കണക്കാക്കിയാൽ മതി. 2 കപ്പ് ഹോൾഡേഴ്സ്, ഇവിടെ മൊബൈലൊക്കെ സൂക്ഷിക്കാവുന്നൊരു സ്ഥലം. അതുപോലെ വളരെ എന്താ പറയുക, വളരെ ഒരു സാധാ മട്ടിലുള്ള ഒരു കീ ഫാബൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയ സംഭവമൊന്നുമില്ല. ആ ലോഗോ മാത്രമേ എടുത്ത് പറയാനുള്ളൂ. ഈ ഭാഗത്തൊക്കെ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാം. കൂടാതെ വളരെ വിശാലമായ ഡീപ്പായിട്ടുള്ള ഈ ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് ഈ ഒരു ആംബ്രസ്റ്റിന് താഴെ കാണുകയും ചെയ്യാം. സീറ്റ് വളരെ കംഫർട്ടബിളാണ്. സൈഡിലെ ബോൾസൊക്കെ നല്ല കൃത്യമായി നമ്മളങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നതാണ്. ഇതിലെ കുത്ത് കാണുമ്പോൾ നിങ്ങളായിരിക്കും വെന്റിലേറ്റർ സീറ്റാണെന്ന്. ഇല്ല, വെന്റിലേറ്റർ സീറ്റും ഇല്ല. അതും ഒരു ഇല്ലായ്മയായിട്ട് പറയുന്ന കാര്യമാണ്. ഇപ്പം ഇതിനകത്തിപ്പോൾ ഞങ്ങളെ പറയായിരുന്നു, ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ഇത്തരം കുറേ കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വെന്റിലേറ്റർ സീറ്റ് അല്ലെങ്കിൽ കുറച്ച് തണുപ്പ് വരുന്ന സീറ്റൊക്കെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വലിയ ആവശ്യമുള്ള കാര്യങ്ങളല്ല അതൊന്നും. അപ്പം ഈ വിലയ്ക്ക് വാങ്ങിക്കാൻ കുറച്ച് കാര്യങ്ങളില്ലാത്തൊരു വാഹനം, സൺറൂഫ് പോലത്തെ കാര്യങ്ങളില്ലാത്ത വാഹനം മതിയെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഈ വാഹനത്തിൽ അങ്ങനെ വലിയ ദോഷമൊന്നും നമുക്ക് കാണാനാവില്ല. പിന്നെ ഒരു ഡോർ പാഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഒരു ചൈനീസ് ടച്ച് എന്ന് തോന്നാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റീൽ അല്ലെങ്കിൽ അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്ന സ്പീക്കറിൻ്റെ ഭാഗത്ത്. അത് ഒഴിവാക്കാൻ വരും തോന്നി. അതൊരു കളിപ്പാട്ടത്തിൻ്റെ രീതിയായിപ്പോയി. അതുപോലെ ഏറ്റവും അറ്റത്തായിട്ട് കാണുന്നതാണ് ഡോർ ഹാൻഡിൽ. പരമ്പരാഗത ഡോർ ഹാൻഡിൽ രീതികളല്ല കൊടുത്തിരിക്കുന്നത്. സാമാന്യം നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ 2-3 ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന അത്രയും കൊള്ളാവുന്ന രീതിയിലുള്ള ബോട്ടിൽ ഹോൾഡർ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മോശമല്ല, ഭംഗിയുള്ള രീതിയിലാണ് ഡോർ പാഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ഇല്ലായ്മയിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും പറയാവുന്ന ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും സീറ്റിന് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ സീറ്റിൻ്റെ ഹൈറ്റും മറ്റും നമുക്ക് മാനുവലി
ഉയർത്തി വയ്ക്കാം. അതുപോലെ നല്ല സ്ലാൻഡിങ് പൊസിഷൻ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടെങ്കിലും ഇലക്ട്രിക്കൽ സീറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യമായിട്ട് പറയാം. പക്ഷേ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്, നല്ല കുഷനിങ് ഉള്ള സീറ്റുമാണ്, അത് നമ്മൾ സമ്മതിച്ചേ പറ്റും. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴും നമുക്ക് കുറേ കാര്യങ്ങളൊന്നും എടുത്ത് പറയാനില്ല. സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാഹനങ്ങളുടെ കാര്യത്തിൽ സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. പാഡ് ഷിഫ്റ്റേഴ്സ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് അത്തരം കാര്യങ്ങൾ. പക്ഷേ ഇതിലതൊന്നുമില്ല. എങ്കിലും ഭംഗിയുള്ള ലെതർ ആപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ ലോഗോ ഉണ്ട്. ആ ലോഗോയ്ക്ക് ചേരുന്നില്ല കേട്ടോ ഇതും കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടാലും വി എന്ന് പറയുന്ന ലോഗോ ആയിട്ട് തോന്നും. ഇവിടെ ഹാൻഡ്സ് ഫ്രീ ഫോണിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഇവിടെ ക്രൂയിസ് കൺട്രോൾ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഗിയർ ലിവർ എന്ന് പറയുന്നത്. ഇപ്പം ഈ രീതിയിലേക്ക് ബെൻസിൻ്റെ രീതിയിലേക്ക് പലരും മാറുന്നുണ്ട്. മറ്റൊന്നുമില്ല. ഈ ഫ്രണ്ടിൽ നിങ്ങളുടെ ശ്രദ്ധയോ അല്ലെങ്കിൽ കാഴ്ച തടസ്സപ്പെടുത്തുന്ന മീറ്റർ കൺസോളോ ഈവൻ ഹെഡ് അപ്പ് ഡിസ്പ്ലേ പോലും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് ഡ്രൈവർക്ക് കാഴ്ചയൊന്നും തടസ്സപ്പെടുന്നില്ല എന്നാണ് പറയേണ്ടത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ സാധാരണ ഇവിടെ നമ്മൾ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാണും. ഇതൊന്നുമില്ല. അതെല്ലാം ഈ സ്ക്രീനിലായതുകൊണ്ട് ഇവിടെ അതൊന്നുമില്ല. ആകപ്പാടെ ഈ ഒരു 4 വിൻഡോകളുടെ സ്വിച്ചുകൾ മാത്രമേ ഉള്ളൂ. കൂടാതെ നമ്മളിപ്പോൾ ഡോർ പാഡ് കാണിച്ചപ്പോൾ കണ്ട ആ ഒരു ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത് വെച്ചാണ് നമ്മൾ തുറക്കുന്നത്. അത് നല്ല രസമായിട്ടുണ്ട്. അതായത് വാഹന നിർമ്മാതാവിനും പരീക്ഷിക്കാവുന്നൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഡോർ പാഡിലൊന്നും മുഴച്ച് നിൽക്കില്ല. എല്ലാം വളരെ കൃത്യമായി ഇതിനോട് ചേർന്ന് നിൽക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് റോ സീറ്റിലൊന്ന് ഇരുന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു MPV7 സെക്കൻഡ് റോ സീറ്റിലേക്ക് കടക്കും മുമ്പ് തന്നെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഇതിൽ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ കിടക്കുന്ന ഈ ഒരു ഫ്ലോറാണ്. ഒരു തരി ഉയർന്നു നിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് 3 പേർക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് 4 പേർക്ക് വരെ ഇരിക്കാം. അത്രയും സുഖമായിട്ടിരിക്കാം. അത്രയും പ്ലെയിനാണ് ഇതിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന കാര്യമാണ്. പിന്നെ മുൻഭാഗത്ത് കണ്ടതുപോലെ തന്നെ 2 ചാർജിങ് പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റുകൾ പിൻഭാഗത്തേയും കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റിൻ്റെ ആ ഒരു ഡിസൈൻ രീതിയൊക്കെ രസമായിട്ടുണ്ട്. സൈഡിലൊക്കെ അല്പം ഉയർന്നു നിൽക്കുന്നത്. പിന്നെ നമ്മൾ എത്ര മാന്തി പൊളിച്ചാലും നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കിട്ടില്ല. കാരണം അതില്ല. അത് ഫിക്സ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 3 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ വലിയ ആഡംബരങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ സൺറൂഫ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തലയ്ക്ക് മേലെ ശൂന്യാകാശം അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണെന്നുള്ളതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റിയാണ്. പിൻഭാഗത്തിരിക്കുന്ന കാഴ്ച കണ്ടു പോകാനൊക്കെ നല്ല സുഖമാണ്. അതോടൊപ്പം തന്നെ നല്ല തൈ സപ്പോർട്ടുമുണ്ട്. സാധാരണ ഇതിൽ പിൻഭാഗത്ത് ഒരു തിയേറ്ററിക്കൽ ഒരു രീതിയാണ് ഇതിൻ്റെ സീറ്റിങ്ങിൻ്റെ പൊസിഷൻ. അങ്ങനെ വരുമ്പോഴത്തേക്കും തൈ സപ്പോർട്ട് കുറയേണ്ടതാണെങ്കിൽ അതില്ല. നല്ല തൈ സപ്പോർട്ട് കൊടുക്കുന്നത് കണ്ട് ഇവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതാണെന്ന് നിങ്ങൾക്കത് മനസ്സിലാകും. അത് നല്ല സുഖമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് റോ സീറ്റിലും തൈ സപ്പോർട്ടും അതുപോലെ തന്നെ ലെഗ് സ്പേസും ഹെഡ് റൂമും 3 കാര്യങ്ങളിലും നമുക്ക് നല്ല മാർക്ക് കൊടുക്കാം ഈ ഒരു MPV7. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ബോട്ടിലൊക്കെയാണ് വയ്ക്കാനാവുന്നത്. നല്ല പക്ഷേ ആംബ്രസ്റ്റ് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുമുണ്ട്. എന്തായാലും വളരെ പ്ലസൻ്റായ ഇൻറ്റീരിയറാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഉയർന്നു വരുന്ന സീറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ ഒരു ഉയർന്നു വരുന്ന സീറ്റിംഗ് പൊസിഷൻ പിൻഭാഗത്തേക്ക് എത്തുമ്പോൾ വീണ്ടും ഉയരുന്നുണ്ടെങ്കിൽ അവിടെ തൈ സപ്പോർട്ട് കുറയാനുള്ള സാധ്യത ഇല്ലേ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നുണ്ട്. അതൊന്ന് ഇരുന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സീറ്റ് എങ്ങനെയാണ് മടങ്ങുന്നത് നോക്കാം. ഇവിടെ ഒന്ന് വലിച്ചു, ഇവിടെ ഒന്ന് പിടിച്ചു. ആഹാ, വളരെ എളുപ്പത്തിൽ സംഭവം. വളരെ എളുപ്പമുള്ള മെക്കാനിസമാണ് കേട്ടോ. എന്നിട്ട് ബൈജു സാറ് കയറി ഇരിക്കാൻ പോവാണ്. ഇവിടെ എങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാല് നീട്ടി വെച്ചിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല തൈ സപ്പോർട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ലല്ലോ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഈ സീറ്റ് തിരിച്ച് പിടിച്ചല്ലേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ സംഭവിക്കാവുന്നത് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ എൻ്റെ പ്രവചനങ്ങൾ തെറ്റാറില്ലെന്ന് മനസ്സിലായി. ഞാൻ നോത്രതാമസ് ആയിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ. കണ്ടോ, തൈ സപ്പോർട്ട് തീരെയില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ വരൂ എന്നുള്ള കാര്യം നമുക്ക് സംശയമൊന്നുമില്ല. കാരണം തേർഡ് റോ സീറ്റിൽ തൈ സപ്പോർട്ട് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അല്പം കൂടിയൊക്കെ ഉയർത്തി വെച്ചാൽ കൊച്ചുകുട്ടികളിരുന്ന് അവർക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു മിക്സിലേ നിർത്താൻ പറ്റൂ. പക്ഷേ ഒരല്പം നീട്ടി വെച്ചാൽ നല്ല തൈ സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. പിൻഭാഗത്ത് പിന്നെ കൊടുത്തിരിക്കുന്നത് ഇത്തിരി ചെറിയൊരു കോർണർ ഗ്ലാസ് ആണ്, അത്ര വലുതല്ല. AC വെൻ്റ് പിൻഭാഗത്തേയും കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ വേണം കുത്തിച്ചാരി വയ്ക്കാവുന്ന ഒരു സ്ഥിതിയുണ്ട് ഇവിടെ. അതുപോലെ ഹെഡ് റെസ്റ്റ് നമുക്ക് ഉയർത്തി വയ്ക്കാവുന്ന ഹെഡ് റെസ്റ്റ്, 2 സീറ്റ് ബെൽറ്റ്, ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തേർഡ് റോ സീറ്റ് കൊച്ചുകുട്ടികൾക്കാണ് പറ്റുന്നത്. മുതിർന്നവർക്ക് അല്പദൂരമൊക്കെ സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള സ്ഥിരം രീതി അവലംബിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു നിർമ്മാണം എന്നാണ് പറയുന്നത്. എന്നാലും ഒരു കാര്യം പറയാം, ഈ ഒരു ഹെഡ് റൂം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തേർഡ് റോ സീറ്റ് ഇരിക്കുന്നവർക്ക് ഹെഡ് റൂമിന് കുറവൊന്നുമില്ല. പിന്നെ സൺറൂഫ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഡിസൈൻ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ കട്ട് ചെയ്ത് മുകളിലേക്ക് വെച്ചിരിക്കുന്നു. അതൊക്കെ സുഖമായിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ നമുക്കിനി ഒന്ന് ഓടിച്ചു നോക്കാം. ഈ ഒരു വിൻഫാസ്റ്റിൻ്റെ വാഹനങ്ങൾ എനിക്ക് ഓടിക്കാൻ വലിയ ഇഷ്ടമാണ്. കാരണം വെച്ചാൽ എന്താ പറയുക, ഒരു ഒട്ടും അഗ്രസീവായിട്ടുള്ള ഒരു രീതിയല്ല ഇവർ മോട്ടറിൻ്റെയൊക്കെ ഒരു പവറിന് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിച്ചുകൊണ്ട് പോയുന്ന രീതിയല്ല, വളരെ മാന്യമായി ഓടിപ്പോകുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടൊക്കെ EV ഓടിക്കുന്നവർക്ക് പേടിക്കാതെ ഓടിക്കാൻ പറ്റുന്നൊരു വാഹനമാണ് വിൻഫാസ്റ്റ്. അല്ലെ കൈവിട്ട കളിയൊന്നുമില്ല, നല്ല രസമായിട്ട് ഓടിച്ചു പോകുന്ന വാഹനങ്ങളാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
വിൻഫാസ്റ്റിൻ്റെ എല്ലാ മോഡലും ഓടിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഭയങ്കര സ്മൂത്താണ് ഈ വാഹനം. തന്നെയുമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അങ്ങനെ വലിച്ചുകൊണ്ട് പായുകയല്ല ചെയ്യുന്നത്, ഒരു മയത്തിലുള്ള പോക്കാണ്. അപ്പോൾ അങ്ങനെയാണിത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സുഖമുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇനിഷ്യൽ ടോർക്ക് കൂടുതലായതുകൊണ്ട് പറന്നു പോകുന്നൊരു ഫീലാണ് തുടക്കത്തിൽ. അത് വളരെ അപകടകരവുമാണ്. അത് BYD കാര്യത്തിലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. രണ്ടിലും ഒരല്പം ട്യൂൺ ചെയ്ത് ഒരല്പം മയപ്പെടുത്തിയിട്ടുണ്ട്. BYD സീലൊക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ, എങ്കിൽ പോലും പൊതുവെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ വാഹനങ്ങൾ BE6 ആയാലും BE9 ആയാലും അങ്ങനെയുള്ള വാഹനങ്ങൾ, മഹീന്ദ്രയുടെ വാഹനങ്ങളൊക്കെ ഈ ഒരു ഇനിഷ്യൽ ടോർക്ക് അങ്ങനെ തന്നെ കൊടുത്തിരിക്കണം. അതുകൊണ്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോയുന്ന ഫീലുമുണ്ട്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം എന്നെ അതിശയപ്പെടുത്തിയ സസ്പെൻഷനാണ്. ഗംഭീര സസ്പെൻഷൻ, വളരെ സോഫ്റ്റാണ്. പക്ഷേ അതുകൊണ്ടൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ചെറിയൊരു ബോഡി റോൾ ഉണ്ടെന്നുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ബാക്കിൽ നിന്നും സഞ്ചരിക്കാത്തതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ബാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും വണ്ടിയുടെ ആ ഒരു രീതിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ചെറിയ രീതിയിൽ ബോഡി റോൾ ഉണ്ട്. പക്ഷേ അത് ഈ റോഡ് വിട്ടിറങ്ങുമ്പോഴാണല്ലോ. നമ്മളധികം ഇത്തരം വാഹനം ഓടിക്കുന്ന എപ്പോഴും റോഡിലായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് സസ്പെൻഷൻ നമുക്ക് വളരെ രസകരമായ ഒരു സഞ്ചാരത്തിൻ്റെ ഒരു സുഖം നമുക്ക് തരുന്നുണ്ട്. പിന്നെ സീറ്റിംഗ് പൊസിഷൻ ആയാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ പക്കയാണ്. നല്ല എയറി അല്ലെങ്കിൽ വളരെ റൂമി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഉണ്ട്. പിൻഭാഗത്തിരിക്കുന്നവർക്ക് സുഖമായിരിക്കും. പിന്നെ സത്യം പറഞ്ഞാൽ അമിതമായ ഫീച്ചേഴ്സ് ഇല്ലാത്തതിൻ്റെ ഒരു സുഖമുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. കാരണം ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉള്ളപ്പോൾ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിൽ വേണ്ട ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വിലയും ഒരു പരിധി വരെ നമുക്ക് താങ്ങാവുന്ന വില, ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് താങ്ങാവുന്ന വിലയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല ഒരു പാക്കേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, വിലയും മറ്റു കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ. ഡ്രൈവ് മോഡുകൾ 3 അത് ഇക്കോ, നോർമൽ, സ്പോർട്ട്. അതുപോലെ തന്നെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന് 4 മോഡുണ്ട്. ഓഫ് വേണമെങ്കിൽ അത് ഓഫ് ചെയ്തിടാം, അല്ലെങ്കിൽ ലോ, മിഡ്, ഹൈ, അങ്ങനെ 4 മോഡുകൾ അതിനും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഹൈ എന്ന് പറയുന്ന മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ആസ് ഗുഡ് ആസ് വാഹനം ബ്രേക്ക് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നു. അത്രയും നല്ല റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് അയ്യോ എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു പേടിയുണ്ടെങ്കിൽ നമ്മൾ ഹൈയിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷനിൽ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ബാറ്ററി ഞാൻ പറഞ്ഞല്ലോ 60.13 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. 204 HP ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 280 Nm ആണ് മാക്സിമം ടോർക്ക്. 9 സെക്കൻഡിൽ താഴെ മതി 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. പക്ഷെ നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ എടുത്ത് നോക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നമ്മളത് എടുത്ത് നോക്കിയിട്ടില്ലെന്നേ ഉള്ളൂ. ഏതായാലും 140 കിലോമീറ്റർ സ്പീഡ് വരെ ഇക്കോ മോഡിൽ കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ മറ്റ് മോഡുകളിൽ മറ്റ് 2 മോഡുണ്ടല്ലോ, അതായത് നോർമൽ, സ്പോർട്ട്, ഇതിൽ രണ്ടിലും 160 കിലോമീറ്റർ വരെ സ്പീഡ് എടുക്കാൻ സാധിക്കും. അപ്പോൾ 517 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നതെങ്കിലും ഇന്ത്യയിൽ 500 കിലോമീറ്റർ റിയൽ വേൾഡ് മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ പോലും ധൈര്യമായിട്ട് അങ്ങനെ പറയാൻ വിൻഫാസ്റ്റിന് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സേഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ 4 എയർ ബാഗുകൾ, റിയർ പാർക്കിംഗ് ക്യാമറയും സെൻസേഴ്സും, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ ABS, EBD എല്ലാം ഇപ്പം സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വാഹനങ്ങളും കൊടുത്തേ പറ്റൂ, അതുകൊണ്ട്. അപ്പോൾ ഇല്ലാതെ പോകുന്ന അഡാസിൻ്റെ ഫീച്ചേഴ്സും 360 ഡിഗ്രി ക്യാമറയും ഒക്കെയാണ്. പക്ഷേ അത് വളരെ അടുത്ത കാലത്ത് തന്നെ MPV7 വരുമെന്നാണ് അറിയുന്നത്. എന്നാലും തുടക്കത്തിൽ അത് വന്നിട്ടില്ല. പിന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നിങ്ങളിപ്പോൾ ഒരു ഐസ് കാർ, അതായത് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ കാർ എക്സ്ചേഞ്ച് ചെയ്താണ് ഈ വാഹനം വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം 2 ലക്ഷം രൂപ വില കുറച്ച് കിട്ടും. എന്ന് പറയാം 24.49 പകരം 22.49 കിട്ടും എന്നുള്ള ഒരു കാര്യം. മറ്റൊരു കാര്യമുള്ളത്, 75% തുക നൽകി ഈ ഒരു വാഹനം ബൈബാക്ക് ചെയ്യുന്ന ഒരു പരിപാടി കൂടി കമ്പനി ഇട്ടിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങളൊക്കെ നിങ്ങളൊന്ന് ഡീലർഷിപ്പിൽ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പം വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വെച്ചാണ് ആ ബൈബാക്ക് ഇതൊക്കെ കണക്കാക്കുന്നതെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3 വർഷം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ മെയിൻ്റനൻസ് ആണ് കമ്പനി തരുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫ്രീ മെയിൻ്റനൻസ്. 7 years വെഹിക്കിൾ വാറൻറ്റിയും ഉണ്ട്. അതുപോലെ 10 വർഷം ബാറ്ററി വാറൻറ്റിയും ഉണ്ട്. അങ്ങനെ ഗംഭീരമായ സംഭവങ്ങളൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്. മറ്റൊരു കാര്യമുള്ളത്, മറ്റ് ഈ VF6ഉം VF7ഉം പോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വാഹനം ചാർജ് ചെയ്യണമെങ്കിൽ 2029 മാർച്ച് 31 വരെ ഇവരുടെ വിൻഫാസ്റ്റിൻ്റെ V-Green EV എന്ന് പറയുന്ന ചാർജിങ് സ്റ്റേഷനിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കറണ്ട് ചാർജ് നിങ്ങൾക്ക് 2-3 വർഷത്തേക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു ഗംഭീര സംഭവം അതുമുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജറിൽ 30 മിനിറ്റ് കൊണ്ട് 70% ചാർജ് ആകുന്ന 517 കിലോമീറ്റർ റേഞ്ച് കമ്പനി പറയുന്നത്. എന്നാൽ 500 കിലോമീറ്റർ കിട്ടുമെന്ന് കമ്പനി ഉറപ്പ് പറയുന്ന ഒരു വാഹനമാണിത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും പോസിറ്റീവ് കാര്യങ്ങളും വിൻഫാസ്റ്റ് തരുന്നുണ്ട്. അപ്പോൾ വിൻഫാസ്റ്റ് പോലുള്ളൊരു കമ്പനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ എന്തായാലും ഈ ധാരാളം ഗുഡീസ് അല്ലെങ്കിൽ ഫ്രീ കാര്യങ്ങളൊക്കെ കൊടുത്തേ പറ്റൂ. അതെല്ലാമാണ് ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത്.
അതെല്ലാം കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു പാക്കേജ് തന്നെയാണിത്. പിന്നെ റീസെയിൽ വാല്യൂ ആയിരിക്കാം ഒരു കൺസേൺ. പൊതുവെ EVകളുടെ കാര്യത്തിൽ റീസെയിൽ വാല്യൂ കൺസേൺ തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയൊരു കമ്പനി ആകുമ്പോൾ അത് കൂടുതൽ ഒരു കൺസേൺ ആയിട്ട് വരികയും ചെയ്യും. പക്ഷേ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും വാഹനം എത്ര വിൽക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിൻഫാസ്റ്റുകൾ വിറ്റ് കഴിഞ്ഞാൽ റീസെയിൽ വാല്യൂ വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എല്ലാ തരത്തിലും മികച്ച ഒരു വാഹനം. നമുക്ക് അറിയാവുന്ന പോലെ BYD വളരെ മികച്ച വാഹനമാണെങ്കിലും അവർക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് വില കുറയ്ക്കാൻ സാധിക്കാറില്ല. പക്ഷേ വിൻഫാസ്റ്റ് ഇന്ത്യയിൽ അവർക്ക് സ്വന്തമായി പ്ലാന്റ് ഉള്ളതുകൊണ്ട് വില കുറച്ചാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അത് ഒരു മികച്ച ഓപ്ഷനായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഏതൊരു ഇലക്ട്രിക് വാഹനം ഓടിച്ചാലും നമ്മൾ ആദ്യം കാണിക്കുന്നത് ഈ ഒരു ഫ്രണ്ട് സ്പേസ് ആണ്. അതായത് എപ്പോഴും ബോണറ്റിന് താഴെ ഒരു സ്പേസ് ഉണ്ടാവും നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാൻ. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് പിൻഭാഗത്തിന് ഒരു ബൂട്ട് സ്പേസ് കൂടാതെ ഇത്രയും സ്ഥലമുണ്ട് മുൻഭാഗത്ത് എന്നൊക്കെ പറഞ്ഞ് തുറന്ന് കാണിക്കുന്ന ഞാൻ ഇത്തവണ ചമ്മി ഒന്നുമില്ല, ശുദ്ധ ശൂന്യതയായിപ്പോൾ കേട്ടോ ഇവിടെയും. പക്ഷേ വേണമെങ്കിൽ ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് എടുത്ത് ഒരു ഫ്രണ്ട് സ്പേസ് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അതിന് വേണ്ടി 150 രൂപ കൂടുതൽ വാങ്ങിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെയൊന്നും ചെയ്ത് ബുദ്ധിമുട്ടിച്ചിട്ടില്ല MB7 എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതും ഒരു മിസ്സായിട്ട് പറയാവുന്ന കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വില കുറച്ച് ഈ ഒരു സെഗ്മെൻ്റൊക്കെ പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ മറ്റൊരു കാര്യമായിരിക്കാം ഇത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ 517 കിലോമീറ്റർ ARI റേഞ്ചുള്ള ഒരു വാഹനമാണിത്. അത് മോശമല്ല. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ നിങ്ങൾക്ക് 30 മിനിറ്റ് ചാർജായി കിട്ടും. അതും മോശമല്ല. പിന്നെ മിസ് ഔട്ട് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് 360 ഡിഗ്രി ക്യാമറ, വെന്റിലേറ്റഡ് സീറ്റുകൾ, അതുപോലെ സൺറൂഫ്, അങ്ങനെ കുറച്ച് മിസ്സിംഗ് ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് കരുതുന്നവർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ ഒരു ഗംഭീര വാഹനം തന്നെയാണിത്. ഓടിക്കാനും നല്ല രസമാണ്, ഗംഭീര സസ്പെൻഷനാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വലിപ്പവും ഇൻറ്റീരിയർ സ്പേസും അത് എതിരാൾക്ക് പോലും തരാനാവാത്ത അത്രയും ഉണ്ട് VF7ൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെ കുറേ പ്രത്യേകതയുള്ള ഈ വാഹനമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി എനിക്ക് തോന്നുന്നു അടുത്തായിട്ട് വരാൻ പോകുന്ന VF3 ആയിരിക്കും. അത് നമ്മുടെ സ്വന്തം കോമറ്റിനൊക്കെ ഭീഷണിയാവുന്ന അത്രയും ഭംഗിയുള്ളൊരു ചെറിയ കാറാണ്. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇന്ത്യയിലെ 5th ലാർജസ്റ്റ് സെല്ലിംഗ് EV മേക്കറായിട്ട് വിൻഫാസ്റ്റ് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. ഇനി ഇവിടെ ഇലക്ട്രിക് സ്കൂട്ടറുകളും വരികയാണ്. അതോടുകൂടി വിൻഫാസ്റ്റ് ഇന്ത്യയിൽ ചൂടുറപ്പിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വിൻഫാസ്റ്റ് വിട്ടുപോകുമ്പോൾ അധികം വാഹനങ്ങൾ വിറ്റില്ലെങ്കിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി അവർ തൂത്തുക്കുടിയിൽ വലിയ പ്ലാന്റാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ നിന്നും ലോകമെമ്പാടും എക്സ്പോർട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ സ്ട്രോങ് ആയി തന്നെ വിൻഫാസ്റ്റ് തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. 9 മണിക്ക് ഇഡ്ഡലി കഴിക്കാമെന്നുള്ള ആ ഒരു പ്രതീക്ഷ കൃത്യമായി സഫലമാകുന്നുണ്ട്. കാരണം അധിക കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാനില്ല. അപ്പോൾ വീഡിയോ കണ്ടെല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞിട്ട് ബൈ.